മാം ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ കൂട്ടാ. ഞാൻ എന്റെ പല്ലിന്റെ സ്റ്റിച്ചിന്നാ എടുക്കാൻ പോയത്. ആ അപ്പം നമുക്ക് ലാബിൽ നിന്ന് അന്ന് റിപ്പോർട്ട് ബയോപ്സിയുടെ ഓക്കെയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് അനീറ്റ മാമിനെ വിളിച്ചപ്പോ പറഞ്ഞു നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അവിടുന്ന് ഡോക്ടർ ഇങ്ങനെ ഓക്കെ ആണെന്ന് പറയുന്നൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തു. പക്ഷെ ശരിക്കും ഞാൻ അവിടെ ഇരുന്നപ്പോഴാണ് മാമിന്റെ ആ വോയിസ്, രാവിലത്തെ ആരോഗ്യത്തിന്റെ സമ്മാനമാണ് എന്റെ ജീവൻ നിലനിർത്തുന്നത് എന്നുള്ളത് എന്തോ എനിക്ക് തോന്നി. ചിലപ്പോ ഈ ക്ലാസ് ഈ മാസം വെച്ച് എനിക്ക് വേണ്ടിയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അല്ല ഞാൻ ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ടെൻഷനിലിരുന്ന ഒരു സമയത്ത് അന്ന് തന്നെ ക്ലാസ് കേൾക്കാനും ആ ബ്ലെസ്സിങ്സ് എല്ലാം അന്ന് തന്നെയാണ് ഇട്ടതെന്ന്. അപ്പൊ ഞാനിത് ലാബിൽ നിന്ന് നമ്മളോട് പറഞ്ഞാണ്, പക്ഷെ ഡോക്ടേഴ്സിന്റെ വായിന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഒന്നുകൂടെ ഒരു ഉറപ്പ് വരും. അപ്പൊ ഞാനിതിങ്ങനെ ഇത് കേട്ടപ്പോ തൊട്ട് ഇങ്ങനെ ഇത് ചൊല്ലിക്കൊണ്ടിവിടെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഡോക്ടർ എന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഡോൺ വറി, ഒട്ടും വിഷമിക്കണ്ട, പ്രശ്നമൊന്നുമില്ല. ഈ രണ്ട് ഡോക്ടേഴ്സ്, സർജനും അതിന്റെ ഒരു മെയിൻ ഡോക്ടറും. അപ്പൊ എനിക്ക് ഭയങ്കര, ഞാൻ അപ്പൊ തന്നെ അവരോട് നേരിട്ട് തന്നെ താങ്ക്സ് പറഞ്ഞു. കാരണം അതിലൊരു ലേഡി ഡോക്ടർ, സീനിയർ ഡോക്ടർ, ഞാൻ ചെന്ന ദിവസം ഈ ഡോക്ടർക്ക് സർജന് ഫുൾ ബുക്കിംഗ് ആണ്. പക്ഷെ ഈ ഡോക്ടർ വെളിയിൽ ഇറങ്ങി വന്നിട്ട് ആ ഡോക്ടറുടെ റിസ്കില് വന്നിട്ട് പറഞ്ഞു ഫസ്റ്റ് കേസായിട്ട് എടുക്കണം, ബയോപ്സി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ഒരു ഹോസ്പിറ്റലും അങ്ങനെ കണ്ടിട്ടില്ല. ഡോക്ടർ തന്നെ വന്ന് എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് തന്നിട്ട് പോയി. അപ്പം ഞാൻ ഇന്ന് ചെന്നത് പ്രത്യേക താങ്ക്സ് പറഞ്ഞു. ഡോക്ടറുടെ കണ്ണ് നിറഞ്ഞു. അപ്പൊ എന്റെ മോള് പറഞ്ഞു, അമ്മ ആ ഡോക്ടറെ കൂടെ കരയിപ്പിച്ചു ചോദിക്കുന്നു. അവര് താങ്ക്സ് പറഞ്ഞപ്പോ അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞ് നമ്മുടെ ഡ്യൂട്ടി എന്നൊരു ഞാൻ പറഞ്ഞ അങ്ങനല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു ഡോക്ടേഴ്സ് വന്ന് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് വെളിയിൽ വന്ന് എടുത്ത് തരുന്ന നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോ ഇവിടെ വന്ന് ഞാൻ ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് രണ്ട് ഡോക്ടേഴ്സിനും എഴുതി. കാരണം ഞാന് തീരെ പ്രതീക്ഷിക്കാതെ ഒരു നല്ല റിസൾട്ടും കിട്ടി. അപ്പൊ എനിക്ക് ഈ ഈ ക്ലാസ് വെച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു സത്യത്തിൽ ഈ മാസം. എന്തായാലും ഒരുപാട് ഒത്തിരി നന്ദി സന്തോഷം അനിത കൂട്ടാ. മാമിനും ഒത്തിരി ഷീല മാമിനും ഒരുപാട് നന്ദി കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അല്ല കാരണം ഞാനത് വെച്ചാ ആദ്യത്തെ ഇത് ഗ്രൂപ്പിൽ പറയുന്ന ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവര് ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുന്നൊക്കെ മോള് പറഞ്ഞു. അപ്പൊ ഞാനതെല്ലാം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തിരിക്കുകയായിരുന്നു 2 ആഴ്ചയായിട്ട്. അപ്പൊ അതിനകത്തൊരു ഒരു സത്യമുണ്ട്. എന്തായാലും ഇതാ ഫേസ് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷം.